നമസ്കാരം. ശക്തിബോധി ഗുരുകുലത്തിൻ്റെ രാമായണ പ്രഭാഷണ പരമ്പരയുടെ 31ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥനായ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സവിനയം പ്രവേശിക്കുകയാണ്. അങ്ങനെ സുഗ്രീവനുമായിട്ട് രാമൻ സഖ്യം ചെയ്തു. സഖ്യം ചെയ്തതിന് ശേഷം സഖ്യത്തിൻ്റെ നിയമം പാലിച്ചുകൊണ്ട്, അഥവാ സഖ്യത്തിലെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് ശ്രീരാമൻ ബാലിയെ കൊല്ലാൻ തയ്യാറാവുകയാണ്. ഇപ്പോൾ ബാലിയും സുഗ്രീവനും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അശ്വിനി ദേവന്മാരെ കണ്ടാൽ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്. അവരെപ്പോഴും ഒന്നിച്ചേ നടക്കുള്ളൂ. ഒന്നിച്ച് കണ്ടാൽ ഇതിൽ ആരാണ് ഇന്ന ആൾ, ആരാണ് മറ്റേ ആളെന്ന് തിരിച്ചറിയില്ല. അതുപോലെ സുഗ്രീവനെയും ബാലിയെയും കണ്ടാൽ, ഒന്നിച്ച് കണ്ടാൽ ഇത് ആരാണ് ബാലി, ആരാണ് സുഗ്രീവൻ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വെല്ലുവിളിയിൽ ബാലി ഏതാണ്, സുഗ്രീവൻ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ശ്രീരാമൻ അമ്പെയ്യുന്നില്ല. അടികൊണ്ട് അവശനായി സുഗ്രീവൻ രാമൻ്റെ അടുത്തെത്തും. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? എന്നെ നിങ്ങൾ സഹായിക്കാൻ ഇപ്പോൾ വരും എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ മല്ലനെ വെല്ലുവിളിച്ചത്. അയാളെന്നെ ഇടിച്ച് പപ്പടമാക്കി. ഒരു കണക്കിന് ഞാൻ രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. പിറ്റേ ദിവസം വീണ്ടും മല്ലയുദ്ധത്തിന് വെല്ലുവിളിക്കാൻ സുഗ്രീവനോട് പുറപ്പെടാൻ പറയും. അപ്പോൾ കഴുത്തിലൊരു മാല ഇട്ട് കൊടുക്കും, സുഗ്രീവൻ ഇതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ തിരിച്ചറിവിൻ്റെ മാലയും അണിഞ്ഞുകൊണ്ട് സുഗ്രീവൻ ബാലിയെ വീണ്ടും വെല്ലുവിളിക്കും. അപ്പോൾ ബാലിയോട് താര എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ഈ വീണ്ടും ഇത്രയും അടി കൊണ്ട് സുഗ്രീവൻ തിരിച്ചു പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് വെല്ലുവിളിക്കണമെങ്കിൽ എന്തോ ഒരു ആസൂത്രണമുണ്ട്. അതുകൊണ്ട് ഭവാൻ ഇപ്പോൾ പോരിനിറങ്ങരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ബാലി പറയുന്നത്, വെല്ലുവിളിച്ചാൽ, വീട്ടിൽ വന്ന് വെല്ലുവിളിച്ചാൽ ഇറങ്ങി പുറപ്പെടാത്ത ആൾ അയാളുടെ ശൂരത്വമില്ല എന്ന് തെളിയിക്കുകയാണ്. ഞാൻ ശൂരനല്ല എന്ന് തെളിയിക്കപ്പെടുന്നതിനേക്കാൾ എനിക്കിഷ്ടം വെല്ലുവിളി ഏറ്റെടുത്ത് മരണം വരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ബാലി സുഗ്രീവൻ്റെ അടുത്തേക്ക് പോകുന്നു. യുദ്ധം നടക്കുന്നു, അഥവാ മല്ലയുദ്ധം നടക്കുന്നു. രാമൻ ഒളിയമ്പെയ്ത് ബാലിയെ കൊല്ലുന്നു. അപ്പോൾ ബാലിയെ കൊല്ലുന്നതിന് പ്രത്യേക ന്യായമൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാമൻ ചെയ്തു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട തെറ്റ്, വാൽമീകി രാമായണത്തിലെ പ്രധാനപ്പെട്ട തെറ്റ് ബാലിവധമാണ്. രാമൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ പിന്നീട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് സീതയെ ഉപേക്ഷിച്ചു, അതുപോലെ ശംഭൂകൻ എന്ന് പറയുന്ന ശൂദ്ര തപസ്സിയെ കൊന്നു. ഇതൊക്കെ ഉത്തരകാണ്ഡത്തിൽ വന്നതാണ്, ഉത്തരരാമായണത്തിൽ വരുന്നതാണ്. ഈ ഉത്തരരാമായണം എന്ന് പറയുന്നത് പിന്നീട് ആരോ എഴുതി വാൽമീകിയുടെ പേരിൽ പ്രചരിപ്പിച്ച് കൂട്ടിച്ചേർത്തതാണ് എന്ന് അഭിപ്രായമുള്ളവരുണ്ട്. ആ അഭിപ്രായം പറയുന്നവർ തന്നെ ശംഭൂകനെ കൊന്ന രാമൻ തെറ്റാണ് ചെയ്തതെന്നും പറയും. ഈ കൂട്ടിച്ചേർത്തതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വാൽമീകിക്ക് അതിൽ പങ്കില്ല. നമ്മൾ വാൽമീകി രാമായണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എങ്കിൽ വാൽമീകി രാമായണം എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു, അതിൻ്റെ ഉള്ളടക്കത്തിൽ ശംഭൂകനെ കൊല്ലുക എന്ന വധം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഭാഗം വരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ടാണ് പറയുന്നത്, ബാലിയെ ഒളിയമ്പെയ്തു കൊന്നു എന്നത് ഒഴിവാക്കിയാൽ
വാൽമീകി രാമായണത്തിൽ രാമൻ ചെയ്തു എന്ന് പറയാവുന്ന ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഒളിയമ്പ് ചെയ്തത് പോലും തെറ്റാണ് എന്ന് ഞാൻ പറയില്ല. കാരണം അത് രാമനോടുള്ള ഭക്തിപ്രകർഷം കൊണ്ടോ രാമൻ പ്രതിനിധാനം ചെയ്യുന്ന ചാതുർവർണ്ണ വ്യവസ്ഥിതി വീണ്ടും വരണമെന്ന ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല. ഞാനൊരു ജനാധിപത്യവാദിയാണ്. പക്ഷേ ഒളിയമ്പ് ചെയ്ത് കൊല്ലുന്നത് തെറ്റല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ വിയറ്റ്നാം അമേരിക്ക യുദ്ധം നടന്നു. അമേരിക്കയോട് നേർക്ക് നേരെ നിന്ന് പൊരുതി ജയിക്കാൻ വിയറ്റ്നാമിനാവില്ല. അപ്പോൾ ഒളിപ്പോർ മുറകളാണ് വിയറ്റ്നാമിൽ ഉപയോഗിക്കപ്പെട്ടത് അമേരിക്കയ്ക്കെതിരെ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പോലും ഒളിപ്പോർ മുറ അതിപ്രബലനായ ശത്രുവിനെ വീഴ്ത്താൻ ഉപയോഗിക്കപ്പെടുന്നത് ശരിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ, നമുക്ക് ബാലി എന്ന് പറയുന്ന അതിപ്രബലനായ ശത്രുവിനെ വീഴ്ത്താൻ, സുഹൃത്തിനു വേണ്ടി വീഴ്ത്താൻ രാമൻ ഒളിയമ്പ് ചെയ്തു എന്ന് പറയുന്നത് തെറ്റല്ല. എന്തായാലും സുഗ്രീവൻ ബാലിയില്ലാത്ത കിഷ്കിന്ധയിൽ രാജാവായി മാറുന്നു. രാജാവായി മാറിയ സുഗ്രീവൻ മദ്യത്തിലും മദിരാക്ഷിയിലും അടിമപ്പെട്ട് രാമനോട് സീതയെ കണ്ടെത്താൻ സഹായിക്കാം എന്ന് പറഞ്ഞത് മറന്നുപോകുന്നു. സുഖം വരുമ്പോൾ വാക്കുകൾ മറന്നു പോകുന്നത് ഒരു വലിയ തെറ്റാണ്. ആ തെറ്റിന് സുഗ്രീവൻ ശിക്ഷിക്കപ്പെടണം എന്ന് രാമന് തോന്നി. ലക്ഷ്മണൻ ആ ശിക്ഷ നടപ്പാക്കാനായിട്ട് കിഷ്കിന്ധയിലേക്ക് വരുന്നു. ലക്ഷ്മണൻ്റെ വരവൊക്കെ വാൽമീകി ഭയങ്കരമായിട്ടാണ് വർണ്ണിക്കുന്നത്. ആ വരവ് വർണ്ണന വായിച്ചാൽ തന്നെ നമുക്ക് ഞടുക്കം വരും. അപ്പോൾ പിന്നെ സുഗ്രീവൻ ഞടുങ്ങാതിരിക്കുമോ? സുഗ്രീവൻ സാധാരണ എന്ത് ചെയ്യുന്നു? എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ. ഇപ്പോൾ ഒരു കടം വാങ്ങിച്ചു, പറഞ്ഞ ദിവസം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭാര്യയെ ഉമ്മറത്തേക്ക് അയച്ചിട്ട്, ചേട്ടൻ ഇവിടെ ഇല്ല കേട്ടോ, ചേട്ടൻ തരും, തരണ്ടെന്ന് വിചാരിച്ചിട്ടല്ല എന്നൊക്കെ പറയുന്നത് പോലെ സുഗ്രീവൻ ഭാര്യയെ പറഞ്ഞയക്കുന്നു. ആരുടെ ഭാര്യയെ? മുമ്പ് ബാലിയുടെ ഭാര്യയായിരുന്ന, ഇപ്പോൾ രാജാവായ സുഗ്രീവൻ്റെ ഭാര്യയായി കഴിയുന്ന താരയെ പറഞ്ഞയക്കുന്നു. താര വളരെ നയോപായത്തോടു കൂടി സംസാരിച്ച് ലക്ഷ്മണനെ ശാന്തനാക്കുന്നു. പിന്നീട് സുഗ്രീവൻ വരുന്നു. സീത അന്വേഷണത്തിന് ഒരു സംഘത്തെ ചുമതലപ്പെടുത്തി അയക്കുന്നു. ആ സംഘത്തിൽ ഉൾപ്പെട്ട ആളാണ് ഹനുമാൻ. ഹനുമാൻ നേരത്തെ സഖ്യം ഉണ്ടാകാൻ കാരണക്കാരനാണ്. ഇപ്പോൾ ഈ സഖ്യത്തിലെ സീതാന്വേഷണത്തിന് രൂപപ്പെടുത്തിയ സംഘത്തിലെ പ്രധാനിയുമാണ് ഹനുമാൻ. അങ്ങനെ ഹനുമാൻ, അംഗദൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ വാനരപ്പട തന്നെ സീതയെ തിരഞ്ഞ് പോവുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. നമസ്കാരം.